ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷയുടെ 14-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതിൽ പങ്കുചേരാനും പുണ്യം അഭ്യസിക്കാനും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ശക്തമായിട്ട് പരിശുദ്ധി അമ്മയുടെ വലിയൊരു സാക്ഷിയായി തീരാൻ, അന്ത്യകാല പ്രവാചകയായി തീരാൻ, പ്രിയപ്പെട്ടവരെ അന്ത്യകാല പ്രേക്ഷിതരായി തീരാൻ പരിശുദ്ധി അമ്മ ദൈവമക്കളെ മുഴുവനും ഈ ശുശ്രൂഷയിലൂടെ ഒരുക്കിയ. അച്ഛൻ ആരംഭ ദിവസത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയല്ല, ഒരു വ്യക്തിയെ സ്വർഗത്തിൽ എത്തിക്കാനുള്ള ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വർഗം ലക്ഷ്യമാക്കാനും രക്ഷ പ്രാപിക്കാനുമുള്ള ഒരു കൊതി ഈ ശുശ്രൂഷയിൽ ഉടനീളം നമുക്ക് വേണം. നമുക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, പ്രത്യേകിച്ച് സാത്താൻ ഏറ്റവും വലിയ ദേഷ്യം പരിശുദ്ധി അമ്മയോടാ. സാത്താൻ്റെ തലയെ തകർക്കാൻ ദൈവം എടുത്ത ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കെതിരായിട്ട് അവൻ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അമ്മയുടെ എല്ലാ ചിന്താഗതികൾക്കെതിരായിട്ട് അവൻ യുദ്ധം ചെയ്യും. അമ്മയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് എപ്പോഴും അവൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പമായതും ശക്തവുമായിട്ടുള്ള ഒരായുധമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഇരുന്നു കൊണ്ടല്ല പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വില കൊടുത്തുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് വിലയുണ്ടാകുമ്പോൾ, ആ പ്രാർത്ഥനയ്ക്ക് തീഷ്ണതയുണ്ടാകുമ്പോൾ, ആ പ്രാർത്ഥനയ്ക്ക് ഭക്തി വരുമ്പോൾ, ആ പ്രാർത്ഥനയ്ക്ക് വാത്സല്യം വരുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, അവിടെ സാത്താന് നിൽക്കാൻ പറ്റില്ല. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി അല്ലല്ലോ, നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ളതാ. ആ പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ യാചിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുക. വലിയൊരു സഹായം നമുക്ക് വേണ്ടേ. നമ്മൾ എന്തിനാ മക്കളെ ഭയപ്പെടുന്നത്? പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും. അമ്മ കൂടെയുണ്ടെങ്കിലും നമ്മളെ സഹായിക്കും. അപ്പൊ ഈ രണ്ടുപേരും നിരന്തരം നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നമ്മൾ സഹായം ചോദിക്കണം, നമ്മൾ യാചിക്കണം, നമ്മൾ ആഗ്രഹം പറയണം. കാരണം രണ്ടുപേരും നമ്മുടെ അടുത്ത് നിന്ന് എന്തും ചെയ്തു തരാനായിട്ട് നിൽക്കുക. ഈ നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ മണവാട്ടിയെ കുറിച്ചുള്ള കൂടുതൽ അറിവ്, കൂടുതൽ ജ്ഞാനം, കൂടുതൽ ബോധ്യം അത് അനുഭവിക്കാനുള്ള കൃപ, പരിശുദ്ധി അമ്മയെ എന്നിട്ട് ഒത്തിരി സ്നേഹിക്കാനുള്ള കൃപ, പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ മോഹങ്ങൾ വെടിയുവാൻ,
ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾ വെടിയുവാൻ, സ്വർഗം കിട്ടാൻ, സ്വർഗം സ്വന്തമാക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ, ഇതിനൊരു കൃപ കിട്ടാനായിട്ട് എല്ലാ മക്കളും ആത്മാവിന്റെ വലിയ ദാഹത്തിനായിട്ട് വലിയ സന്തോഷത്തോടെ വിളിച്ച് അകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടുകയും എല്ലാ വിപത്തുകളും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. ഞങ്ങൾക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായ ഈശോയുടെ പരിശുദ്ധ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, സ്വർഗ്ഗം തുറന്ന് ഞങ്ങളിലേക്ക് കൃപയൊടുക്കണമേ, കൂട്ടായ്മയിലേക്ക് കൃപയൊടുക്കണമേ, ഈ സമൂഹത്തിലേക്ക് കൃപയൊടുക്കണമേ. ഹല 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 ഹല. ഒരുമിച്ച് പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളെ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളെ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. മക്കളെ, എലിയായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, എലീശായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഇതാ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, സ്നേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരണം മക്കളെ, നമ്മുടെ കുടുംബത്തിൽ വരണം മക്കളെ. ലോകത്തിന്റെ മേൽ നമുക്ക് വിജയം നേടണം മക്കളെ, എല്ലാ വരദാനങ്ങളും കിട്ടണം മക്കളെ. ഈ ആത്മാവിന്റെ മുമ്പില് വലിയ വലിയ ദാഹത്തോടെ വിളിച്ചു പാടിക്കേ. ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വരദാനം കിട്ടാൻ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ ഈ കൃപ വേണം മക്കളെ. ദാഹിച്ചേ അഭിഷേകം, കൃപ, കൃപ. കരമുയർത്തി വിളിച്ചേ ആത്മാവേ.
മക്കളെ, പരിശുദ്ധ അമ്മ മാതാവിനെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഉണ്ണീശോ കുഞ്ഞായിരുന്ന സമയത്ത്, ഉണ്ണിയായി കളിച്ച് നടക്കുന്ന സമയത്ത് പലപ്പോഴും വീഴുമ്പോൾ കാണുന്ന സമയത്തോടി അമ്മ ചെന്നിട്ട് ഉണ്ണിയെ ചേർത്തെടുക്കും, തൻ്റെ മടിയിൽ വയ്ക്കും, തൻ്റെ ഹൃദയത്തിലേക്ക് വയ്ക്കും, അവൻ്റെ കണ്ണീരൊപ്പും, അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കും, അവനെ സ്നേഹം കൊണ്ട് നിറയ്ക്കും. മക്കളെ, ഈ ലോകത്തിൻ്റെ പാപമേഖലകളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വീണു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ താങ്ങിയെടുക്കാൻ, ചേർത്തു പിടിക്കാൻ, ഹൃദയത്തോടൊപ്പം ചേർത്തു വയ്ക്കാൻ, ആ മാലിന്യം മുഴുവനും കഴുകാൻ, കുഞ്ഞെ നിന്റെ ജീവിതത്തിലേക്ക് എന്നിട്ട് കൃപ മുഴുവനും നിറയ്ക്കാൻ അമ്മ നിന്റെ കൂടെ, ഒപ്പം നിന്റെ കൂടെ സഞ്ചരിക്കുക. അമ്മയുടെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചേ. ഉണ്ണിയെ കയ്യിലെടുത്ത പോലെ എന്നെ കയ്യിലെടുക്കുന്നുണ്ട് എൻ്റെ അമ്മ. ഉണ്ണിയെ കയ്യിലെടുത്ത പോലെ ഓരോ മക്കളെയും കയ്യിലെടുക്കുന്നുണ്ട് എൻ്റെ അമ്മ. അമ്മയുടെ സന്നിധിയിലേക്കൊന്ന് വിട്ടുകൊടുത്തേ മക്കള്. ഒരാള് പോലും നശിച്ചു പോകാൻ, ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാൻ ഒരമ്മയും ആഗ്രഹിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ അമ്മയുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീരൊഴുകും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തം ഒഴുക്കണ്ട, നമുക്ക് അമ്മയിൽ നിന്ന് സ്നേഹത്തിന്റെ കണ്ണീരാ ഒഴുക്കണ്ട. നമ്മൾ ചെയ്യേണ്ടേ, അമ്മയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു പാപമേഖലയിലും വീഴാതിരിക്കണം. നമ്മളെ അതിന് സഹായിക്കുന്ന അമ്മയാ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയം നമ്മളെ സഹായിക്കുക. മക്കളെ, കണ്ണടച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് അമ്മയോട് പ്രാർത്ഥിച്ച്, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുക. പാപികളായ ഞങ്ങളുടെ മേൽ അലിവായിരുന്നു അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത എൻ്റെ പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും ശുശ്രൂഷയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ കുടില തന്ത്രം, പ്രത്യേകിച്ച് പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളെ നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, ഞങ്ങളുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് ഞങ്ങളിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, ആദ്യായവിൽ നിന്നെല്ലാം അമ്മേ ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ സകല ജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിഭാഷകയായിട്ട് തൊട്ടടുത്തുണ്ടാകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയോട് പറ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സമർപ്പിച്ച പോലെ, മറിയമേ, ഞാൻ പൂർണ്ണമായി എൻ്റെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്, അമ്മയുടേത് മാത്രമാണ്. അമ്മയ്ക്ക് സമർപ്പിക്കാം. സമർപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠാജപം നമുക്ക് ഏറ്റുചൊല്ലാം. അച്ഛൻ ചൊല്ലിത്തരുന്ന ഈ പ്രതിഷ്ഠാജപം എല്ലാ മക്കളും ആത്മാർത്ഥമായിട്ട് ഉറക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട്, ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവർത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് എന്നെ തന്നെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കും
അർപ്പിക്കപ്പെടുന്ന ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ. എൻ്റെ ആശ്രയമേ. ഇരിക്കാം മക്കളെ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഇതെപ്പോഴും ഈ ശുശ്രൂഷയിൽ ഒട്ടനീളം മനസ്സിൽ ഉരുവിട്ടോണം. കേൾക്കുന്ന സമയത്തൊക്കെ എങ്ങനെ അമ്മ നമ്മുടെ ആശ്രയമാ, അമ്മയെ ചേർത്ത് പിടിച്ചോണം. നിങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ അമ്മയോട് പറയണം. നമ്മളിങ്ങനെ അമ്മയോട് സംസാരിക്കണം. മക്കളെ, അമ്മ എൻ്റെ അടുത്ത് വന്നിരിക്കുക. നമ്മൾ തനിച്ചിരിക്കരുത്, അമ്മയെ അടുത്തിരുത്തണം. പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അമ്മയെ അടുത്തിരുത്തണം. അടുക്കള ജോലി ചെയ്യാൻ പോകുമ്പോൾ അമ്മയെ അടുത്ത് കൊണ്ടുപോകണം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ തൊട്ടടുത്ത് അമ്മയോട് പറയണം, ഇവിടെ ഇരിക്കാൻ പറയണം. അമ്മ കൂടെയുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. അമ്മ പൊതിയും മക്കളെ. അമ്മയ്ക്കൊരു കാപ്പയുണ്ട്, മനുഷ്യനെ പൊതിയുന്ന എളിമയുടെ കാപ്പ, ദൈവമക്കളെ സംരക്ഷിക്കുന്ന കാപ്പ. അമ്മയ്ക്കൊരു ഹൃദയമുണ്ട്, വിമല ഹൃദയം. സകല ദൈവമക്കളുടെ അഭയ കേന്ദ്രമായിട്ടുള്ള വിജയത്തിൻ്റെ തലമാ. അവിടെ നമ്മൾ എപ്പോഴും കൂടെ ഇരുന്നോണം. അമ്മയാണ് യോഹന്നാനെ പരിശീലിപ്പിച്ച പോലെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഉടനീളം അമ്മേ എൻ്റെ ആശ്രയം, എൻ്റെ അമ്മ എൻ്റെ ആശ്രയം, ഇതിങ്ങനെ ഉരുവിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. പ്രിയപ്പെട്ടവരെ, 14-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കുക. ഇന്ന് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈറ്റുനോവിൻ്റെ ആരംഭം എന്നതിനെ കുറിച്ചാണ്. ശ്രദ്ധയോടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞി കാര്യമായത്. ഈറ്റുനോവിൻ്റെ ആരംഭം എന്താണ്? ഈറ്റുനോവിൻ്റെ പ്രത്യേകത ഇത് മനസ്സിലാക്കിയാലാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഈറ്റുനോവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈറ്റുനോവ് ഒരു വേദന തുടങ്ങും. ആ വേദന കുറച്ച് കഴിയുമ്പോൾ കൂടും, വർദ്ധിക്കും. അത് കുറച്ചുകൂടെയും കഴിയുമ്പോൾ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താകും. അത് കഴിയുമ്പോൾ വലിയൊരു സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇതാണ് ഈറ്റുനോവ്. നമുക്കറിയാം, ഒരു കുഞ്ഞുവാവയുടെ ജനനം നോക്കിയാൽ മതി. ഒരമ്മയ്ക്ക് നോവുണ്ടാകുന്നു. ആ നോവ് കുറച്ച് കഴിയുമ്പോൾ വർദ്ധിക്കുന്നു. അത് വർദ്ധിച്ച് ആ അമ്മയ്ക്ക് താങ്ങാനും സഹിക്കാനും പറ്റാവുന്നതിൻ്റെ അപ്പുറത്താകുമ്പോൾ കുഞ്ഞുവാവ ഈ ഭൂമിയിൽ ജനിക്കുന്നു. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അമ്മ വേദന മുഴുവനും മറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭ ഈറ്റുനോവിൻ്റെ ആരംഭത്തിലേക്ക് കയറിയേക്കുക. ആഗോള സഭയാകട്ടെ, ഭാരത സഭയാകട്ടെ, കേരള സഭയാകട്ടെ, ഒരു ഈറ്റുനോവിൻ്റെ ആരംഭത്തിലാണ്. ഈറ്റുനോവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നിൽക്കാനുള്ളതല്ല. ഇത് വർദ്ധിക്കും. ഇത് വർദ്ധിച്ച് കൂടി നൊമ്പരം വർദ്ധിച്ച് പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന വേദന ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് സഭയ്ക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താകുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യമാണ് ഈശോയുടെ രണ്ടാം വരവ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈറ്റുനോവ് ആരംഭിച്ച് സഭയിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സഭയിൽ ചില തിക്താനുഭവങ്ങളുടെ അവസ്ഥ, സഭയിൽ ചില തിരിച്ചടികള്, സഭയിൽ ഇന്ന് വരെ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങള്, സഭയിൽ ചില സ്വഭാവ പ്രശ്നങ്ങള്, ഇല്ലെങ്കിൽ സഭയിൽ ചില ജീർണതകള്, ചില തിന്മയുടെ സ്വാധീനങ്ങള്, ചില അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങള്, മക്കളെ, ഇങ്ങനെയുള്ള പലതും നമ്മൾ സഭയിൽ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ഈറ്റുനോവിൻ്റെ ഒരാരംഭത്തിലേക്ക് കയറിയേക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടതൊക്കെ ഇത് വരാവുന്ന കാര്യമാണ്. ഇതിനി വരിക മാത്രമല്ല, ഇത് വർദ്ധിക്കും. ഇത് വർദ്ധിച്ചിട്ട് ഇത് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് സഭ കടന്നു പോകും. അത് കഴിയുമ്പോൾ സഭയിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഈശോയുടെ രണ്ടാം വരവ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, സത്യോടെ ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു ആരംഭം കണ്ടാൽ മനുഷ്യൻ 3 കാര്യം ചെയ്യണം.
ഒന്നാമത്തെ കാര്യം, ദൈവ പദ്ധതിക്കും ദൈവ പരിപാലനയ്ക്കും നമ്മളെ തന്നെ സമർപ്പിക്കണം. എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. അതാണ് ഏറ്റവും നല്ല സംരക്ഷണം. രണ്ടാമതായിട്ട്, നമ്മുടെ കുറവുകൾ നമ്മളിത് കണ്ടാൽ കുറവ് നികത്താൻ തുടങ്ങിയേക്കണം. മൂന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വരവിനായിട്ട് എന്നിട്ട് ഒരുങ്ങിയേക്കണം. നാലാമത്തേതായിട്ട്, ഈശോയുടെ വരവിന് മുമ്പുള്ള ആ പീഡകളുടെ കാലം ത്വരിതപ്പെടാനായിട്ട് മനുഷ്യൻ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ 4 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവ പരിപാലന, ദൈവ സംരക്ഷണം, അത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ സമർപ്പിച്ചൊരുങ്ങണം. 2, കുറവുകൾ നികത്തിയേക്കണം. മൂന്നാമത്തെ കാര്യം, ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങണം. നാലാമത്തെ കാര്യം, അതിനു മുമ്പുള്ള പീഡകളുടെ കാലം ത്വരിതപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ 3-ാമത്തെ വചനം, ഒലിവുമലയിലിരിക്കുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, ഈശോ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, അങ്ങയുടെ പ്രത്യാഗമനം എന്താ? 2ാം വരവെന്നാ? ഈ സമയത്ത് ഈശോ ഉത്തരങ്ങൾ കൊടുക്കുന്നില്ല, മറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുവാണ്, എൻ്റെ പ്രത്യാഗമനത്തിന് മുമ്പ് ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4 മുതലുള്ള 44 വരെയുള്ള വചനം. 37 അടയാളങ്ങൾ കൊടുത്തേക്കുവാണ്. എൻ്റെ 2ാമത്തെ വരവിന് മുമ്പ് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ 37 കാര്യം എടുത്തിട്ട് 8ആയിട്ട് ഒന്ന് തിരിക്കുക. ഈ 8 കാര്യങ്ങൾ ഇന്ന് സഭയില്, ഇന്ന് ലോകത്തില്, ഇന്ന് ഈ പ്രപഞ്ചത്തില് കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കണം, സഭയിൽ ഈറ്റുനോവിന്റെ ആരംഭം വന്നു കഴിഞ്ഞു എന്നുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ കാര്യം, 8 കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് പെട്ടെന്ന് പോകാം. അല്ലെ, ഒന്നാമത്തെ കാര്യം ഇതാണ്, വിശ്വാസത്തിൽ നിന്നുള്ള വഴിപിഴക്കൽ. വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 24:4 പറയുവാണ്, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്നിട്ട് പറയുവാണ്, ആ സമയത്തുണ്ടാകുന്ന 3-4 കാര്യം. ഒന്ന്, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന, വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രലോഭനങ്ങൾ ലോകത്ത് കടന്നു വരും. നമ്മൾ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ, ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പ്രലോഭനം. ഏത് രീതിയിലും മനുഷ്യൻ്റെ ചിന്തയിലാകട്ടെ, കണ്ണിലൂടെ ആകട്ടെ, ആഗ്രഹങ്ങളിലൂടെ ആകട്ടെ, വികാരങ്ങളിലൂടെ ആകട്ടെ, ശരീരത്തിലാകട്ടെ, ഈ പ്രലോഭനം കയറി അതിക്രമിച്ചിട്ട് മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ പാപത്തിൽ വീണുപോകുക. അതിൻ്റെ ഫലമായിട്ട് വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. മാരകമായിട്ടുള്ള പ്രലോഭനം. കാരണം സാത്താന് കൃത്യമായിട്ട് അറിയാം, മക്കളെ, ഈശോയുടെ വരവടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ രാജ്യത്തിലേക്ക് മുഴുവനും മക്കളെ കൊണ്ടുപോകണം. അതിനുവേണ്ടി അവൻ ചെയ്യുന്ന കാര്യം എന്താ? ശക്തമായിട്ടുള്ള പ്രലോഭനം ദൈവമക്കളുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കടത്തിവിട്ട് അവനെ വിശ്വാസത്തിൽ നിന്നും ഇറക്കുക, വിശ്വാസം തകർക്കുക, വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരണ കൊടുക്കുക. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും ഭൂമിയിൽ കടന്നു വരാൻ തുടങ്ങും. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി നോക്കിയേ, പലരും താനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് പലരും പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ഈ ഭൂമിയിൽ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ആൾ ദൈവങ്ങളായിട്ട് പലരും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ആൾ ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ, താനാണ് ക്രിസ്തു എന്ന് പറയുന്ന കടന്നു വരുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? അനേകരുടെ വിശ്വാസം വ്യതിചലിച്ചു പോകുക, വഴിതെറ്റിപ്പോകുക, അവർ വീണു പോകുക. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പലരെയും ആൾ ദൈവങ്ങളാക്കി നമ്മൾ മാറ്റുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ആ വ്യക്തിയിലൂടെ സാധിച്ചു കിട്ടിയപ്പോൾ, നമുക്ക് ചില അനുഗ്രഹങ്ങൾ ചില വ്യക്തിയിലൂടെ കിട്ടിയപ്പോൾ, നമ്മൾ കർത്താവായ ക്രിസ്തുവിനെ മറന്നിട്ട് വ്യക്തികളെ ആൾ ദൈവങ്ങളാക്കി മാറ്റിയ അവസ്ഥ ഇത് നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അവസാന കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാളും മനുഷ്യൻ വിചാരിക്കുന്ന പോലെ അല്ല സാത്താൻ നമ്മളെ വീഴ്ത്തുന്നത്. മറിച്ച് അവൻ കെണിയനാ, അവൻ വഞ്ചകനാ. പല രീതിയിലുള്ള കെണി ഒരുക്കും മക്കളെ. നമ്മളോർക്ക് ഇത് ശരിയായിരിക്കും, കാരണം ഇതെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പോകാം. പക്ഷേ ഇത് നമ്മുടെ വിശ്വാസം വ്യതിചലിക്കുന്ന കാര്യമാണോ? നമ്മൾ ഈ ആൾ ദൈവങ്ങളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന വ്യക്തി ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഓ, പിന്നെ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവൻ വീണ് പോകണം, പിന്നെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നമ്മളെന്തിന്? നമ്മുടെ വിശ്വാസം പതറുവാന്നേ. നമുക്ക് ഒറ്റയാളെ വിശ്വാസം മതി. നമുക്ക് ആൾ ദൈവം അല്ല, സത്യദൈവം ക്രിസ്തു. ഈ ക്രിസ്തുവിനെ വിശ്വസിച്ചേ.
Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ, 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 അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അനേകം വ്യാജ പ്രസ്ഥാനങ്ങൾ കടന്നു വരും അവസാന കാലഘട്ടത്തിൽ. അതാണ് ന്യൂ ഏജ് മൂവ്മെന്റ്. പലതുമുണ്ട്. തൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഉദ്ദീപിച്ചാൽ മാത്രം മതി. നമുക്ക് രക്ഷ ആവശ്യമില്ല, രക്ഷകൻ ആവശ്യമില്ല, ദൈവം ആവശ്യമില്ല. ഇപ്രകാരമുള്ള ചില ചിന്താഗതികൾ വെച്ചുകൊണ്ട് അനേകം മൂവ്മെന്റുകൾ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ അനേകം ലക്ഷക്കണക്കിന് മക്കളാണ് ഇപ്രകാരമുള്ള ചില പ്രസ്ഥാനം, തെറ്റായ പ്രസ്ഥാനത്തിലൂടെ അനേകർ വഴിതെറ്റിയേക്കുവാന്നേ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഇപ്രകാരമുള്ള വ്യാജ പ്രവാചകര് അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഈ അത്ഭുതങ്ങളിലും ഈ അടയാളങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെടാത്തവർ പോലും വീണുപോകുകയും വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ അവസാന കാലഘട്ടത്തിൽ സംജാതമാകും. നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഈ അത്ഭുതം, ഞാൻ വീണ്ടും വീണ്ടും മക്കളെ ഓർമ്മിപ്പിക്കട്ടെ, അവസാന കാലഘട്ടത്തിൽ മക്കളെ ഈ അത്ഭുതം തേടിയുള്ള പോക്ക് നമ്മൾ നിർത്തണം. കുഞ്ഞ്, അത്ഭുതം വേണ്ടാന്നൊന്നും അല്ല അച്ഛൻ പഠിപ്പിക്കണേ, ചില കാര്യത്തെക്കുറിച്ചൊന്നും അല്ല അച്ഛൻ പറയുന്നത്. പക്ഷെ നമുക്ക് ക്രിസ്തു മതി, ക്രിസ്തു മതി. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയാ. ബാക്കിയുള്ള അത്ഭുതങ്ങൾ തേടി, ഈ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന കാര്യം തേടി മക്കളെ ഈ പോക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ് ചെന്ന് വീഴുന്നത്. അതിൻ്റെ വലിയൊരു കാര്യമല്ലേ നമ്മുടെ ഈ കൊറോണ. ഈ അത്ഭുതം തേടി മനുഷ്യൻ പോയായിരുന്നല്ലോ. കൊറോണ വന്നപ്പോൾ നമ്മൾ ഒന്നും കണ്ടില്ല. കാണാത്തപ്പോൾ മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങി, എവിടെ ക്രിസ്തു, എവിടെ ധ്യാന ഗുരുക്കന്മാര്, എവിടെ ഇപ്രകാരമുള്ള കാര്യം ചെയ്തിട്ട് ഒന്നും നടക്കണ കണ്ടില്ലല്ലോ, എന്തുകൊണ്ട് ഇത് മാറിയില്ല? ആ സമയത്ത് പലരുടെയും വിശ്വാസം പോയില്ലേ? ആ സമയത്ത് തെറ്റായ ചില പ്രബോധനങ്ങൾ വായിച്ചു കൂട്ടി. അതിന്റെ ഫലമായിട്ട് ക്രിസ്തു വേണ്ട, സഭ വേണ്ട. അനേകർ ദൈവത്തെ ഉപേക്ഷിച്ചു, അനേകർ സഭയെ ഉപേക്ഷിച്ചു, അനേകർ വിശ്വാസത്തെ ഉപേക്ഷിച്ചില്ലേ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാ. ഈ അടയാളം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാ. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പഠിപ്പിക്കുന്ന ഒരു കാര്യം മത്തായി 24:10 പഠിപ്പിക്കുകയാണ്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. ഇതാണ് അവസാന കാലഘട്ടത്തിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഈറ്റുനോവിന് 8 അടയാളങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ അടയാളം വിശ്വാസം വഴിതെറ്റിപ്പോകുന്ന, വ്യതിചലിച്ചു പോകുന്ന അവസ്ഥ സഭയിലും ദൈവജനത്തിൻ്റെ ഇടയിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആരംഭമായി എന്നതിൻ്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ അടയാളമാണ് യുദ്ധങ്ങളും ഭിന്നതകളും രൂക്ഷമാകും. അതുകൊണ്ടാണ് വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 24:7 പഠിപ്പിക്കുകയാണ്, നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നിട്ട് പറയുവാണ്, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവർ, എന്ന് വെച്ചാൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും ഭിന്നതയും വിദ്വേഷവും വർദ്ധിക്കുകയും അവ യുദ്ധത്തിലേക്ക് എത്തിച്ചേരുകയും തൽഫലമായിട്ട് സമാധാനം നഷ്ടമാകും. എന്ന് വെച്ചാൽ ഭിന്നതയും ശത്രുതയും മനുഷ്യന്റെ മനസ്സിലേക്ക് വിതയ്ക്കും. നിങ്ങൾ ഇന്നും ചിന്തിച്ചു നോക്കിക്കേ, രാജ്യം രാജ്യത്തിനെതിരായി ഇല്ലേ മക്കളെ? എത്ര നാളായി കുഞ്ഞെ ഈ റഷ്യയും ഈ യുക്രൈനും തമ്മിലുള്ള യുദ്ധം? രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിലെ വംശീയ കലാപം, നമ്മുടെ മണിപ്പൂർ ഉൾപ്പെടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കോണം ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്. അതുപോലെ കുടുംബങ്ങളും തമ്മിലുള്ള യുദ്ധം, സഭയ്ക്കുള്ളിൽ യുദ്ധം, സന്യാസ സമൂഹങ്ങൾക്കുള്ളിൽ യുദ്ധം, സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള യുദ്ധം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിയാൽ രാഷ്ട്രീയ മേഖലയിൽ യുദ്ധം, ബിസിനസ് മേഖലയിൽ യുദ്ധം, ഇൻസ്റ്റിറ്റ്യൂഷൻ മേഖലയിൽ യുദ്ധം, ശുശ്രൂഷ മേഖലയിൽ യുദ്ധം. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മക്കളെ, മനുഷ്യന്റെ മനസ്സിൽ വിദ്വേഷം, വൈരാഗ്യം, ഭിന്നത, ശത്രുത, കലഹം ഇത് ജനിപ്പിക്കുന്ന അവസ്ഥ ഇന്ന് രൂക്ഷമായിക്കൊണ്ടിരിപ്പുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇതാണ്. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം, അടയാളമാണ്.
Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഇതൊക്കെ വരുമ്പോഴാണ് അമ്മ മാതാവ് വീണ്ടും വീണ്ടും പറയുന്ന കാര്യം എന്താ? എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം, കുറവുകൾ നികത്തണം, ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങണം, ആ സമയത്തുള്ള പീഡകൾ ത്വരിതപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷാമങ്ങളും ഭൂകമ്പവും പകർച്ചവ്യാധികളും കൂടും. ക്ഷാമം നമുക്കറിയാം. ഇന്ന് എത്രയോ സുഡാൻ നോക്കിക്കോ, ദക്ഷിണ കൊറിയ നോക്കിക്കോ, സൊമാലിയ നോക്കിക്കോ, എത്രയോ ലക്ഷക്കണക്കിന് മക്കളെ പട്ടിണി ക്ഷാമം മൂലം മരിക്കുന്നു. എത്രയോ രാജ്യങ്ങളിൽ ഡസക്കണക്കിന് മക്കൾ മരിച്ചു വീഴുന്നു. ദാരിദ്ര്യം പേറി ഇന്ന് പഴയ പോലെ ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റാത്തൊരവസ്ഥ, അത് മരവിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥ. ലോകം കഠിനമായിട്ടുള്ള ക്ഷാമത്തിലേക്ക് വരുമെന്ന യൂറോപ്യൻ യൂണിയൻ പോലും പറഞ്ഞു വച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഇന്ന് അനേകം കുടുംബങ്ങളിലുണ്ട് മക്കളെ ഈ ക്ഷാമം, നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ഭവനത്തിൽ ദിവസത്തിൽ 3 നേരം ഭക്ഷണമില്ലായിരിക്കാൻ 2 നേരം കഴിക്കാൻ പറ്റുന്നുള്ളൂ. എത്രയോ കുഞ്ഞുങ്ങൾ ക്ഷാമം അതിരൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോയേക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ? പകർച്ചവ്യാധികൾ. ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഇതിലൂടെ എന്താ? ഒരുക്കമില്ലാത്ത മരണം. ഇപ്രകാരമുള്ള കാര്യം സംഭവിക്കുമ്പോൾ പല വ്യക്തികളും ചിന്തിക്കുന്നത്, ഇത് എന്തുകൊണ്ട് ഈ ദൈവം ഉണ്ടാക്കിയിട്ട് ഈ ക്ഷാമം? മനുഷ്യൻ വരുത്തി വെക്കുന്ന ക്ഷാമങ്ങളുണ്ട്, മനുഷ്യൻ വരുത്തി വെക്കുന്ന പകർച്ചവ്യാധികളുണ്ട്. ഇതിന്റെ ഫലമായിട്ട് മനുഷ്യന്റെ മനസ്സ് കല്ലിച്ചു പോകുക. കാരണം ചോദിക്കുന്നു, ദൈവം എവിടെ? ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല? ഇങ്ങനെയുള്ള അവസ്ഥ വന്നു. ഇതിലൂടെ ആത്മനാശം, വിശ്വാസം തകരുന്നു. പ്രിയപ്പെട്ടവർ, ഇപ്രകാരമുള്ള കാര്യം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ഇതൊരു അടയാളമാ, ഈറ്റുനോവിന്റെ ആരംഭം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നാലാമത്തെ കാര്യമാണ് കഠോരമായ പീഡനം ഉണ്ടാകും. പീഡകൾ കടന്നു വരും. പ്രകാരം ആ വചനം പഠിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷം 24:9 പറയുന്നു, അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, നിങ്ങളെ ചിലരെ അവർ വധിക്കും. ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാനിടയില്ലാത്തതുമായിട്ടുള്ള വിധം ഉഗ്രമായ പീഡനം അന്നുണ്ടാകും. നമ്മൾ നോക്കിയാൽ മതി പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ലോകത്തിലെ മുഴുവനും മതങ്ങളും ഒരൊറ്റ മതത്തെയാ വേട്ടയാടുന്നത്, അത് ക്രിസ്തു മതത്തെയാ. ഈ ലോകത്തിൽ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്ന കാര്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കേ പ്രിയപ്പെട്ടവർ, നമ്മുടെ മണിപ്പൂരിന്റെ അവസ്ഥ. എത്രയോ മക്കളുടെ ജീവനാണ് ഏതൊക്കെ മൃഗീയമായ രീതിയിൽ ആ മക്കളെ കൊന്നേക്കണേ. സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കഠോരമായിട്ടുള്ള പീഡകൾ അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് ക്രിസ്തു വിശുദ്ധരിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും മക്കൾ, അത് വരും. എന്റെ വലിയ തെളിവല്ലേ കഴിഞ്ഞ നാളുകളൊക്കെ കണ്ടേ? എത്ര മൃഗീയമായിട്ട് ഒരു മനുഷ്യനെ കൊന്നുകളയുന്നു. എന്തിനാ കൊന്നുകളഞ്ഞത്? ക്രിസ്തുവിൽ വിശ്വസിച്ചു, ക്രിസ്തുവിനെ സ്നേഹിച്ചു, ക്രിസ്തുവിനെ ആരാധിച്ചു. ക്രിസ്തു നല്ല കുദാശകൾ ഞാൻ പരിക്രമം ചെയ്തു. നഗ്നരായിട്ട് നടത്തിയ അവസ്ഥ, കയ്യും കാലും വലിച്ചു കെട്ടിയിട്ട് ക്രൂരമായിട്ട് ചതച്ചു കൊന്നുകളഞ്ഞ അവസ്ഥ, പച്ചയ്ക്ക് കത്തിച്ച അവസ്ഥ. മക്കളെ, പറയാൻ പാടില്ലാത്ത രീതിയിൽ അത്ര മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയത് എന്തിനാ? എൻ്റെ അപ്പനെ വിശ്വസിച്ചു. ഇതുപോലെ തന്നെയല്ലേ മക്കളെ ഓരോ രാജ്യങ്ങളില്? ഇവിടെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ അനേകം ഇതുപോലെ നൈജീരിയ പോലുള്ള അനേകം രാജ്യങ്ങൾ, ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് ഓരോ ദിവസവും കൊന്നുകളയുന്ന മക്കൾ അനവധി. ഓരോ പെൺകുഞ്ഞുങ്ങളെ ഏറ്റവും മൃഗീയമായിട്ട് മോശപ്പെടുത്തുന്നു, നഗ്നരാക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, നശിപ്പിച്ചു കളയുന്നു, ഇല്ലാതാക്കി കളയുന്നു. എന്തിന്റെ അടയാള മക്കളെ ഇത്? എന്റെ ഈശോയുടെ വരവടുത്തു, ഈറ്റുനോവിന്റെ ആരംഭം, അതിന്റെ അടയാളം ഈശോ കാണിച്ചു തരുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തെ രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുക, ഏറ്റവും കൂടുതൽ മതപീഡനം അനുഭവിക്കുന്ന 10 രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ ആ 10 എണ്ണത്തിൽ 1 ഭാരതമായി ഇന്ന് തീർന്നു. സ്വാതന്ത്ര്യമില്ല,
നിങ്ങൾ നോക്കിക്കോ, നമ്മൾ അനുഭവിക്കാൻ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വീഴുമ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കണം? ഇപ്പോഴേ മറിയത്തിന് സമർപ്പിച്ചേക്കണം, ഇപ്പോഴേ ഒരുങ്ങിയേക്കണം. ആ പീഡകളുടെ ത്വരിതപ്പെടാൻ ഇപ്പോഴേ പ്രാർത്ഥിച്ച് ഒരുങ്ങിയേക്കണം. ഇതൊരു അടയാളമാ. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഞ്ചാമത്തെ കാര്യം ഞാൻ വിവരിക്കുന്നില്ല, ഇതെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകുക. അഞ്ചാമത്തെ കാര്യമാണ് സ്നേഹം തണുത്തുപോകും. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക. മത്തായി 24-22 പഠിപ്പിക്കുന്നു, ലോകത്ത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്ന് വെച്ചാൽ മക്കളെ മനസ്സിലാക്കിക്കോണം, സത്യത്തിനും ധർമ്മത്തിനും വിലയില്ലാത്ത ഒരവസ്ഥ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഭീകര പ്രവർത്തനം. ഇതിന്റെ ഫലമായിട്ട് നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഈ ഭീകര പ്രവർത്തനം വരുന്നതിന്റെ ഫലമായിട്ട് എന്താ? സ്നേഹം തണുത്തുപോകുക എന്ന് വെച്ചാൽ നിരപരാധിയെ ഒരു കാരണവുമില്ലാതെ കൊന്നു കളയുന്നു. എന്തിനു? ഒരു മതത്തിന്റെ പേരിൽ, ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ, ഒരു രാഷ്ട്രീയ കാരണത്തിന്റെ പേരിൽ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആലുവയിൽ നടന്ന ഒരു കൊലപാതകം? ഒരു കുഞ്ഞിനെ, 5 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ എത്ര ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെയുള്ള കഠോരമായിട്ടുള്ള കൊലപാതകങ്ങളും കഠോരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ ഭീകര പ്രവർത്തനങ്ങളും ലോകത്ത് വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ എന്താ? സ്നേഹം മരവിച്ചു പോവുക, ഇല്ലാതായി പോവുക, നമുക്ക് വെറുപ്പ് കയറുക, ഇങ്ങനെയുള്ള വ്യക്തികളോട് വിഷമം ഉണ്ടാവുക, വൈരാഗ്യം വരുക. ഇതിലൂടെ ആ വ്യക്തിയുടെ ആത്മനാശം വന്നു പോകുക. ഇതൊരു കെണിയാ മക്കളെ. ഇന്ന് എവിടെയാ ധർമ്മം വിജയിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ് മേഖലയിലുണ്ടോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മേഖലയിലുണ്ടോ? നമ്മുടെ സഭാ മേഖലകളിൽ കടന്നു വരുമ്പോൾ നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മളായിട്ട് അധർമ്മം ലോകത്ത് വർദ്ധിച്ചാൽ അനേകരുടെ വിശ്വാസം നഷ്ടപ്പെടുകയും അനേകരുടെ മനസാക്ഷി മരവിക്കുകയും അനേകർ നഷ്ടപ്പെടുകയും ചെയ്യുവാന്നേ. ഇതൊരു അടയാളമാണ് മക്കളെ. സ്നേഹം മരവിപ്പിച്ചു പോകുന്ന രീതിയിൽ എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ എനിക്കുള്ള ബിസിനസ് മേഖലയിലോ ഞാൻ അപ്രകാരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ കെണിയൊരുക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, 6ാമത്തെ അടയാളമാണ് വിനാശത്തിന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഇതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2 ഭാഗത്തും തെസ്സലോനിക്ക ലേഖനത്തിൽ 1 ഭാഗത്തും പറയുന്നുണ്ട്. എന്താ വിനാശത്തിന്റെ അടയാളം? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം വരും. അതിൽ ഏതൊക്കെയാ? ഒന്നാമത് പറയുന്നു, അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:27 പറയുവാണ്, ദൈവാലയത്തിന്റെ ചിറകിന്മേലിൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവമൊരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നത് വരെ അതവിടെ നിൽക്കും. 2ാമത്തെ അടയാളം അത് കേട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11:31 പറയുവാണ്, അവന്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കിയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. 3ാമത്തെ അടയാളം പറഞ്ഞിരിക്കുന്നതാണ് തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3 തുടങ്ങിയുള്ള വചനം. ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാകുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതായ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമെന്ന് പ്രഖ്യാപിക്കും. എന്ന് വെച്ചാൽ 3 കാര്യം. ഏതൊക്കെയാണ് വിനാശത്തിന്റെ അടയാളം? 1ാമത്തെ അടയാളം കേട്ടോ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയമായ സഭയുടെ വിശുദ്ധ സ്ഥലത്ത് തിന്മ നിലയുറപ്പിക്കാൻ തുടങ്ങും. വിശുദ്ധ സ്ഥലത്ത് സഭയ്ക്കുള്ളിൽ തിന്മ നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരടയാളമാണ്. ഒരു ജീർണത, ഒരു പാപങ്ങൾ ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ അടയാളമാണ്. 2ാമത്തെ അടയാളമാണ് സഭയുടെ കേന്ദ്രസ്ഥാനം വിജാതിയർ കൈയടക്കി വിഗ്രഹ ആരാധനയ്ക്കും പൈശാചിക ആരാധനയ്ക്കുമായിട്ട് ഉപയോഗപ്പെടുത്തും. മക്കളെ ശ്രദ്ധിക്കണത്, പള്ളിക്കകത്ത് സിനിമാറ്റിക് ഡാൻസിനുള്ള സ്ഥലം അല്ലാട്ടോ. പള്ളി മറ്റേതെങ്കിലും ആഘോഷങ്ങൾക്ക് വേണ്ടി വെക്കാനുള്ള സ്ഥലമല്ല. പള്ളിയും പള്ളി പരിസരവും പള്ളിക്കകവും സാംസ്കാരിക കാര്യമാകട്ടെ മറ്റു വിജാതീയ ആഘോഷങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും കാണിക്കാനുമുള്ള സ്ഥലമല്ല മക്കളെ. ഇതൊക്കെ ഒരു വരവിന്റെ അടയാളം, ഈറ്റുനോവിന്റെ അടയാളമാണ്. 3ാമതായിട്ട് പറയുന്നുണ്ട്, സഭാകേന്ദ്രങ്ങളിലും പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് പറയുന്ന കാര്യപ്രകാരമാണ്, വൈദിക സമർപ്പിത ജീവിതങ്ങളിലും അതിവിശുദ്ധമായി വ്യാപരിക്കേണ്ട സഭാകേന്ദ്രങ്ങളിലും കയറിപ്പറ്റുന്ന അശുദ്ധി. ഈ 3 ലക്ഷണങ്ങളാണ്. 1, സഭയ്ക്കുള്ളിൽ വിശുദ്ധ സ്ഥലത്ത് തിന്മ വരുന്നു. 2, വിജാതി ആരാധനയിലേക്ക് പലപ്പോഴും മാറിപ്പോകുന്നു. 3,
വൈദിക സമർപ്പിതരിലും ഒപ്പം വിശുദ്ധ സ്ഥലത്തും അശുദ്ധി കടന്നു വരുന്നു. ഇതൊരു അടയാളമാണ്. എന്ന് വെച്ചാൽ സാത്താൻ സഭയ്ക്ക് മേൽ വിജയം വരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. മ്ലേച്ഛമായിട്ടുള്ള വിഗ്രഹം അത് അധികാരത്തിലേക്ക് കടന്നു വരുന്ന പോലെ ഒരവസ്ഥ സഭയ്ക്കകത്ത് വരുമ്പോൾ മക്കളെ, ഇതൊരു അടയാളമായിട്ട്, ഈറ്റുനോവിൻ്റെ ആരംഭമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോണം, ഒരുങ്ങിക്കോണം, അമ്മയ്ക്ക് സമർപ്പിച്ചോണം. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് അടയാളമാണ് പ്രപഞ്ച ശക്തികൾ ഇളകും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. പ്രപഞ്ച ശക്തികൾ എഴുതും എന്ന് വെച്ചാൽ വചനം പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-29 പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, നക്ഷത്രങ്ങൾ ആകാശം നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. എന്ന് വെച്ചാൽ സൂര്യനിലും ചന്ദ്രനിലും കടലിലും ഭൂമിയിലും ഒക്കെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ പ്രപഞ്ചത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. ഇതൊരു അടയാളമാണ്. അവസാനത്തെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ, മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും. എന്താ മനുഷ്യപുത്രൻ്റെ അടയാളം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുരിശ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് പ്രപഞ്ചത്തിലും മാനവരാശിയിലും ക്രൈസ്തവരുടെ ഇടയിലും ഇന്നു വരെ സംഭവിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സംഭവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓടി ഒരുങ്ങാനായിട്ട് നോക്കണം. കർത്താവ് വചനത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ആ സംഭവിക്കുന്ന സമയത്ത് ഓടിപ്പോയി ഒരുങ്ങാമെന്ന് വെച്ചാലോ, ഓടിപ്പോയി അനുദപിക്കാം എന്ന് വെച്ചാലോ, ഓടിപ്പോയിട്ട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചാലോ പറ്റില്ല. അതിനു വേണ്ടിയാണ് സഭ ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ തന്നേക്കണേ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു മത്തായി 24:36 ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. ഇതാർക്കറിയാവുന്ന? പിതാവിന്. അപ്പൊ പിതാവിന്റെ അധികാരം നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട, അത് എപ്പോഴാണ് നമ്മൾ അറിയാൻ പോകേണ്ട. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈശോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ 8 ലക്ഷണമുണ്ടല്ലോ, ഈ 8 ലക്ഷണം ദുരന്തങ്ങൾ പോലെയാ വരുന്നത്. ഈ ദുരന്തം കാണുമ്പോൾ ക്രൈസ്തവർ ഭയപ്പെടുകയല്ല ചെയ്യണ്ടേ, മുന്നറിയിപ്പായിട്ടും അടയാളമായിട്ടും സ്വീകരിക്കണം. പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതുപോലെ അടയാളങ്ങളുണ്ട്. എവിടെയാ പ്രിയപ്പെട്ടവരെ? ഒന്നാമത്, നോഹയുടെ കാലത്ത് ജലപ്രളയം വന്നു. ഒരുങ്ങിയിരുന്ന നോഹയ്ക്ക് രക്ഷയുടെ അടയാളമായിരുന്നു അത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സോദോം ഗൊമോറയിലുള്ള പ്രശ്നങ്ങൾ, തകർച്ചകൾ. പക്ഷേ ലോത്തിന് ഇതൊരു അടയാളവും ഒപ്പം ദൈവത്തിൻ്റെ ഇടപെടലുമായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മോശയുടെ കാലത്ത് ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഈജിപ്ത്, അവിടെ 10 വിനാശങ്ങൾ ചെല്ലുക. ഈ വിനാശം പ്രിയപ്പെട്ടവരെ ആ ജനതയെ സംബന്ധിച്ച് അവർക്കത് പ്രശ്നമായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് വിമോചനത്തിൻ്റെ അടയാളമാണ്. അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുങ്ങാനായിട്ട് തയ്യാറാകണം. ഈശോ തൊട്ടടുത്തെത്തി, ഈശോ പടിവാതിലെത്തി എന്നതിൻ്റെ അടയാളമാണ്. അത്തിവൃക്ഷം പൂക്കുമ്പോൾ ഇതാ ലോകത്ത് വേനൽ വന്നു എന്ന് നമ്മൾ കണ്ടു പഠിക്കുന്ന പോലെ തന്നെ ഇതുപോലുള്ള അടയാളം വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം നമ്മൾ ഒരുങ്ങാൻ സമയമായി എന്നതാ. ആ സമയത്ത് പെട്ടെന്ന് ഓടിപ്പോയിട്ട് നമ്മൾ ഏതെങ്കിലും സുരക്ഷിത സ്ഥലത്തേക്ക് കയറാൻ നോക്കിയാൽ നടക്കില്ല മക്കളെ. ആ സമയത്ത് മദ്യപാനത്തിലും മദ്യലഹരിയിലും അവിഹിത വീഴ്ചയിലും ഏർപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദുരിതം. എന്ന് വെച്ചാൽ തിന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് ദുരിതം. അടയാളം കണ്ടിട്ടും മനസാക്ഷി മരവിച്ച്, ബുദ്ധി മരവിച്ച് കിടക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ മക്കളെ തിരിച്ചറിയുക. ഇങ്ങനെ ഒരു 8 അടയാളം എൻ്റെ അപ്പ അമ്മ മാതാവിലൂടെയൊക്കെ തന്നിട്ടുണ്ട്. ഈ കാണുന്ന അടയാളം നമ്മൾ അവഗണിച്ച് കളയല്ലേ. ഇവിടെ എന്താ പരിശുദ്ധി അമ്മയുടെ സ്ഥാനം? അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 1-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എന്ന് വെച്ചാൽ പരിശുദ്ധ കന്യകാമറിയ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക, ദൈവമക്കളെ ഒരുക്കാനായിട്ട്. അമ്മയുടെ ഒരുക്കം നോക്കി, ആദ്യ വരവിൽ, ഈശോയുടെ ആദ്യ വരവിന് തൊട്ടു മുമ്പ് അമ്മ ഒരുങ്ങി. പ്രാർത്ഥനയാലും വിശുദ്ധിയാലും ധ്യാനചിന്തകളാലും. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ മുഴുവനും അമ്മ മാതാവ് ഒരുക്കുക. ആ കാലഘട്ടത്തിൽ ഈശോയുടെ ആദ്യ വരവിന് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ജനതകൾ പലതും പറഞ്ഞു, നമ്മൾ ഇത്രയും നാളായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ, പക്ഷേ എന്തേ ദൈവം വന്നില്ല, ഈശോ വന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല, വരാനാണെങ്കിൽ പണ്ടേ വന്നേനെ. ഇപ്രകാരമുള്ള പല ചിന്താഗതികളുള്ള മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തു
പരിശുദ്ധ വചനത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചു. ഈശോയുടെ രണ്ടാം വരവിന്റെ സമയത്തും ഇന്ന് പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല, വരാനാണെങ്കിൽ പണ്ടേ വന്നേനെ. പ്രിയപ്പെട്ടവരെ, ലോകാവസാനം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മരണമാ, അല്ലാതെ ലോകത്തിനൊരു അവസാനം ഇല്ല. അങ്ങനെ ദൈവം വരാനൊന്നും പോകുന്നില്ല. ഇത് വാചിക അർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന മക്കളുണ്ട്. അങ്ങനെയുള്ള വ്യാഖ്യാനിക്കുന്ന മക്കളോട് പരിശുദ്ധ വചനം പറയുന്ന കാര്യപ്രകാരമാണ് പത്രോസ് ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്നകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടരാൻ കാരണം? പ്രിയപ്പെട്ടവരെ, അതാണ് പത്രോസ് ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. കാലവിളംബരത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുകയില്ല. ആരും നശിച്ചു പോകാതെ, കേട്ടെ, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവേ എന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാ മക്കളെ അടയാളങ്ങൾ പലതും കണ്ടിട്ട് ആ കാണുന്ന കാര്യം സംഭവിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനുദപിക്കാം, നമുക്ക് അമ്മയോട് ചേരണം, അമ്മ ഒരുങ്ങിയ പോലെ നമുക്ക് ഒരുങ്ങണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈറ്റുനോവിൻ്റെ ആരംഭത്തിൻ്റെ 8 അടയാളം കാണുമ്പോൾ എൻ്റെ മക്കൾ അമ്മയ്ക്ക് സമർപ്പിച്ച് കുറവുകൾ നികത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ വരവിനാകിട്ടൊരുങ്ങി ആ കാണുന്ന പീഡകളുടെ കാലം ത്വരിതപ്പെടാനാകിട്ട് പ്രാർത്ഥിക്കണം. അതിന് കർത്താവ് പരിശുദ്ധി അമ്മയിലൂടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ നിമിഷം പരിശുദ്ധി അമ്മ നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. അതിനുശേഷം ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സമർപ്പണത്തിൻ്റെ കേന്ദ്രബിന്ദുവും അടിസ്ഥാനവും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ദൈവവുമായി ഒന്നാകുമ്പോൾ ഒരു പ്രത്യേക പാതയിലൂടെ നയിക്കാനും പഠിപ്പിക്കാനുമായി ദൈവം സ്വയം വെളിപ്പെടുത്തും. പ്രാർത്ഥനയിലൂടെയാണ് നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം വ്യക്തമാകുന്നത്. സമർപ്പണത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കേന്ദ്രബിന്ദുവും പ്രാർത്ഥനയുടെ കൂട്ടായ്മ തന്നെ. പ്രാർത്ഥന ദൈവവും ആത്മാവും തമ്മിലുള്ള നിരന്തര സമ്പർക്കമാകണം. അപ്പോൾ ഏകാന്തത ആത്മാവിനെ തലോടും. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ വഴി ലഭിക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാ ഹൃദയഭാരങ്ങളും ഇറക്കി വയ്ക്കാനും സമാധാനവും ശാന്തിയും ലഭിക്കാനും പ്രാർത്ഥിക്കുക. ഏകാന്തതയുടെ അടിത്തട്ടിലായിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയഭിത്തികളിൽ എഴുതി തുടങ്ങും. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ വരാനിരിക്കുന്ന നിത്യജീവിതത്തെക്കുറിച്ച് സന്തോഷത്തോടെ ഓർക്കുന്നു. വാക്കിൽ കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് 5 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ പാവപ്പെട്ടവരെ അഥവാ ദുർബലരെ കൂടുതൽ സ്നേഹത്തോടെ പരിഗണിക്കും. ഉപേക്ഷ വരുത്താതെ ഇടർച്ച ഉണ്ടാക്കാത്ത വിധം ഞാൻ വസ്ത്രം ധരിക്കും. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ
ആരാധിച്ചിടുന്നിതാ. പാടി സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന. ആരാധന ആമേൻ. അങ്ങേക്ക് ആരാധന. ഓ. ആരാധന ആമേൻ. അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. സ്വയം നോക്കി ആരാധിച്ചേ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആത്മാവിനെ സ്നേഹിച്ച, പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആത്മാവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ഒരുമിച്ച് ആരാധന അങ്ങേക്ക് ആരാധന. 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 ആരാധന ഹല്ലേലൂയ. ആരാധന. ആരാധന ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി പിടിച്ച് ഒരിക്കൽ കൂടി വിളിക്കാമോ? വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയുടെ യേശു ക്രിസ്തു വഴി ഞങ്ങൾക്കെല്ലാം ആവശ്യമായതെല്ലാം നൽകുന്ന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണേ കർത്താവേ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ മുമ്പിൽ ഒന്ന് കുമ്പിട്ട് എല്ലാ മക്കളും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധിക്കാത്ത എല്ലാ മക്കൾക്കും വേണ്ടി, ഈശോയുടെ കുദാശകയെ നിന്ദിച്ച ദിവികാരുണ്യത്തെ നിന്ദിച്ച എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ കുമ്പിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ആരാധന നടത്തിക്കേ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തിൽ ചേർക്കാം, കണ്ണടയ്ക്കാം, അല്ലെങ്കിൽ കണ്ണ് തുറന്ന് ഈശോയെ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കണ്ടു ഇറ്റുനോവിൻ്റെ പ്രത്യേകതകൾ. ഇറ്റുനോവിൻ്റെ പ്രത്യേകത, വേദന തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ അത് വർദ്ധിക്കും, അത് മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതാകും, അതിനുശേഷം അവിടെ സന്തോഷം സംജാതമാകും. പ്രിയപ്പെട്ട മക്കളെ, സഭ, കേരള സഭ, ഭാരത സഭ, ആഗോള സഭ ഇന്ന് ഇറ്റുനോവിൻ്റെ ആരംഭത്തിലാണ്. നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് വരെ കാണാൻ പാടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും കണ്ട് നമ്മളൊക്കെ അസ്വസ്ഥരാ, വേദനയാ. ഇതെന്താ ഇങ്ങനെ? ഉപേക്ഷിച്ചാലോ? ഇതല്ലേ ശരിയായിട്ടുള്ളത്? എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന, സഭയിൽ വിശ്വസിക്കുന്നത്? ഇതാണ് സഭയെങ്കിൽ, ഇതിൽ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ? ചോദ്യം ചെയ്യേണ്ട സമയമല്ല. കർത്താവ് പറയുന്നു, ഇറ്റുനോവ് ഉണ്ടാകും, ഇറ്റുനോവ് വരും, ഇറ്റുനോവ് വർദ്ധിക്കും. ഇപ്പോഴുള്ളതല്ല, ഇതിനേക്കാളും വർദ്ധിച്ചു 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 വലുതാകും. ഇത് കഴിയുമ്പോൾ മനുഷ്യൻ സഭയെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സഹനം കഴിയുമ്പോൾ, മക്കളെ, ഈശോയുടെ വരവ്, രണ്ടാം വരവ് ഭൂമിയിൽ വരും. ഈശോ നമ്മളോട് പറയുന്നു, 4 കാര്യം ചെയ്യണം. 1, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച്, ഓരോ മക്കള് സമർപ്പിച്ച് സുരക്ഷിത വലയത്തിലായിക്കോണം. 2, കുറവ് നികത്തണം. 3, എൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. 4, അതിനു മുമ്പുള്ള പീഡകൾ ത്വരിതപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചോണം. മക്കളെ, ഞാൻ അടയാളം കണ്ടുട്ടോ. നമ്മൾ അടയാളം കണ്ട ജനതയാ. അപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമെന്നുള്ളത് ഉറപ്പാ. കാരണം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ എൻ്റെ അപ്പൻ. പക്ഷെ അടയാളം ഞാൻ കണ്ടു. വിശ്വാസം വഴിതെറ്റുന്ന സമൂഹങ്ങൾ, ജനതകൾ, മക്കൾ, യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും വഴക്കുകളും ഭിന്നതകളും വർദ്ധിച്ചു വന്ന കാലഘട്ടം.
സ്നേഹം മരവിച്ചു പോയ കാലഘട്ടം, ഉഗ്രമായിട്ടുള്ള പീഡനം വന്ന കാലഘട്ടം, പ്രിയപ്പെട്ട മക്കളെ, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും വന്ന കാലഘട്ടം, വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം വന്ന കാലഘട്ടം, പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ച കാലഘട്ടം, അവസാനത്തെ അടയാളത്തിന് വേണ്ടി കാത്തിരിക്കുക. ആകാശത്ത് കുരിശ് പ്രത്യക്ഷപ്പെടും. മനുഷ്യൻ നോഹയുടെ കാലത്തുന്നതുപോലെ പെട്ടെന്നായിരിക്കും. മനുഷ്യന്റെ കണക്ക് കൂട്ടോ ഗണിച്ചെടുക്കാനോ പറ്റാത്ത രീതിയിൽ പെട്ടെന്നുള്ള വരവ്. ചോദിക്കുന്നു, കുഞ്ഞ് ഒരുങ്ങിയോ? മക്കളെ, ഒരുങ്ങിയോ? ഒരു നിമിഷം അടയാളം കണ്ടിട്ടും ഇപ്പോഴും ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രം കൊതിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, അപ്പന്റെ മുമ്പിൽ ഒന്ന് അനുദപിക്കാനും വിശുദ്ധീകരിക്കാനും ദൈവം തന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി അമ്മ മാതാവ് തന്റെ മക്കളുടെ തൊട്ടടുത്ത് വന്നിട്ട് ജനതയോട് മാറി മാറി പറയുന്നു, മക്കളെ ഒരുങ്ങ്, സമയം അടുത്തു, പരിഹാരം, പ്രായശ്ചിത്തം, പ്രാർത്ഥന. നോവിന്റെ ആരംഭം കണ്ടിട്ടും കണ്ണടച്ചിരിട്ടാക്കല്ലേ മക്കളെ, മങ്ങിയിരിക്കല്ലേ മക്കളെ, തളർന്നിരിക്കല്ലേ മക്കളെ. ഈശോയുടെ മുന്നിൽ രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ചപ്പാ, എനിക്കൊന്ന് അനുദപിക്കാൻ ക്രമത, എനിക്കൊന്ന് പശ്ചാത്തപിക്കാൻ ക്രമത. എന്റെ ഈ മനസാക്ഷി മരവിച്ചു പോയ അവസ്ഥയൊന്ന് ജ്വലിപ്പിക്കുക. എന്റെ അമ്മ എന്നെ സഹായിക്കുന്ന അമ്മയല്ലേ, ഈ ലോകത്ത് മുഴുവനും പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ, എനിക്കൊരു ക്രമത അമ്മ, അനുദപിക്കാൻ ക്രമത അമ്മ, പശ്ചാത്തപിക്കാൻ ക്രമത അമ്മ, ഒന്ന് ഒരുങ്ങാൻ ക്രമത അമ്മ, ഒന്ന് ഉണരാൻ ക്രമത അമ്മ. രണ്ടു കരങ്ങൾ യാചനയോടെ പിടിച്ച് ആ ഒരു ക്രമ കിട്ടാനായിട്ട് ദാഹത്തോടെ കരമടിച്ച് കരഘോഷത്തോടെ ആ ഒരു അഭിഷേകത്തിന് വേണ്ടി ഒന്ന് ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. രണ്ടാം വരവിന്നമ്മേ മേരി കന്യാമാതാവേ, ആമേൻ. കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിന്നമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. 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 വിശ്വാസത്തോടെ മക്കളെ, ഈ ഒരു കൃപ അമ്മ മാതാവിലൂടെ ലഭിക്കട്ടെ, ഈ ഒരു അഭിഷേകം അമ്മ മാതാവിലൂടെ ലഭിക്കട്ടെ, ഈ ഒരു ശക്തി നമ്മളിലേക്ക് അമ്മ വഴി ഇറക്കട്ടെ. അമ്മേ, ഞങ്ങളെ ഒരുക്കണേ അമ്മേ. അമ്മേ, രക്ഷകനെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ആത്മാവിനെ ഒരുക്കണമേ എന്ന് ആഗ്രഹത്തോടെ സ്തുതിക്കട്ടെ. ഒരു നിമിഷം ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് ശുശ്രൂഷയെ പങ്കുചേരുവാണെങ്കിൽ പരസ്പരം കൈകോർത്ത് പിടിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പൻ മാത്രമുള്ള ഒരുക്കമല്ല, അമ്മയും മക്കളും ഒരുങ്ങണം. ആ കുടുംബം മുഴുവൻ ഒരുങ്ങണം. ആ കുടുംബത്തിലുള്ള എന്തെങ്കിലും തിന്മയുടെ സ്വാധീനം, ദൈവത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ, സ്നേഹരാഹിത്യം, ആത്മവികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയൊരവസ്ഥ, എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, വിശ്വാസത്തിൽ അപചയമുണ്ടായിരിക്കുന്ന അവസ്ഥ, പല രീതിയിലുള്ള കലഹങ്ങൾ, ഭിന്നതകൾ, ശത്രുത, വിദ്വേഷം, ഭിന്നത ഉണ്ടായ ഒരു കുടുംബ അന്തരീക്ഷങ്ങൾ, സ്നേഹം മരവിച്ചു പോയിട്ടുള്ള മേഖലകൾ. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ വന്നപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്ത അവസ്ഥ, ഉഗ്രമായ പീഡനം കണ്ടപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്ത ഒരു അവസ്ഥ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം കണ്ട ഒരവസ്ഥ, സഭയിൽ പലതരത്തിലുള്ള തിന്മകൾ കണ്ട ഒരവസ്ഥ. നമുക്ക് ഈ നിമിഷം ഇങ്ങനെയുള്ള ഏതൊക്കെ രീതിയിലുള്ള പിശാച് കുടുംബങ്ങളെ, വ്യക്തികളെ, സഭയെ തകർക്കാൻ, പ്രപഞ്ചത്തെ തകർക്കാൻ നോക്കുന്നുണ്ടോ, ആ കെട്ടും മുഴുവനും ഇപ്പോൾ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയാൽ
പരിശുദ്ധി അമ്മയുടെ രക്തക്കണ്ണീരിന്റെ അനന്ത യോഗ്യതയാൽ, ഈശോയുടെ തിരുരക്തത്തിന്റെ അനന്ത യോഗ്യതയാൽ, അമ്മയുടെ 7 വ്യാകുലങ്ങളുടെ അനന്ത യോഗ്യതയാൽ ആ കെട്ടുകൾ മുഴുവനും ഇപ്പോൾ അഴിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ കരം ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഈ കെട്ടുകൾ മുഴുവനും പൊട്ടാൻ വേണ്ടി ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നുയരാ. ചോദിക്കുവാട്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ മാതാവ് മക്കളോട് ചോദിക്കുവാ. വിശുദ്ധിയെ തികച്ചു നാം ഓരോ മകനോടും മകളോടും അമ്മ ചോദിക്കുവാ, മക്കളെ വിശുദ്ധിയെ തികച്ചു നാം പറന്നുയരാ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കർത്താവേ, ഈ ഭൂമിയിൽ ഒരുങ്ങാൻ, ഈ ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ, ശത്രുതയും വിദ്വേഷവും പകവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ സഭയെ ഒരിക്കലും ചോദ്യം ചെയ്യാതെ, സഭയെ വിട്ടുപോകാത്ത രീതിയിൽ ചേർത്ത് പിടിച്ചൊരുങ്ങാൻ, അമ്മ മാതാവിനോട് ചേർന്ന് ജീവിക്കാൻ ഒരു കൃപ തരണമേ. അനുതാപന്തരത്തിന്റെ അഭിഷേകം തന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈ നിമിഷം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. മക്കളെ, ഒരുങ്ങാത്ത ഏതെങ്കിലും അവസ്ഥ, അനുദപിക്കാത്ത അവസ്ഥ കിടപ്പുണ്ടെങ്കിൽ അനുദപിച്ച്, കുമ്പസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ കുമ്പസാരിച്ച് കൂടുതൽ കൃപയിലേക്ക് നമ്മൾ വളർന്നോണം. ഈ നിമിഷം സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പുണ്യങ്ങൾ നമുക്ക് വായിക്കാം. അത് ജീവിതത്തിൽ അഭ്യസിക്കാൻ അമ്മയോട് മാധ്യസ്ഥം തേടാം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ വരാനിരിക്കുന്ന നിത്യജീവിതത്തെക്കുറിച്ച് സന്തോഷത്തോടെ ഓർക്കുന്നു. വാക്കിൽ കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് 5 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ പാവപ്പെട്ടവരെ അഥവാ ദുർബലരെ കൂടുതൽ സ്നേഹത്തോടെ പരിഗണിക്കും. ഉപേക്ഷ വരുത്താതെ ഇടർച്ച ഉണ്ടാക്കാത്ത വിധം ഞാൻ വസ്ത്രം ധരിക്കും. അമ്മ മാതാവ് നീലക്കാപ്പയാൽ എൻ്റെ മക്കളെല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.